ഗുഡ് മോർണിംഗ്. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 28ാമത്തെ ചാപ്റ്ററാണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അപ്പോൾ നമ്മൾ കാർബണെ കുറിച്ച് പറയുമ്പോൾ കാർബൺ എന്താണ്? കാർബൺ എന്ന് പറയുന്നത് കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസാണ് ഉണ്ടാവുക. 4 ഇലക്ട്രോൺസ് ആവുന്ന കേസിൽ നമ്മളൊരു സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 8 ഇലക്ട്രോണുകൾ വേണം. 4 ഇലക്ട്രോണുകളെ വാങ്ങുകയോ അല്ലെങ്കിൽ 4 ഇലക്ട്രോണുകളെ കൊടുത്ത് ബാക്കിയുള്ളത് കൊണ്ട് അവർ സ്റ്റേബിൾ ആവുകയോ ചെയ്യണം. ഇനി കാർബണിൻ്റെ കേസിലാണെങ്കിൽ 4 ഇലക്ട്രോണുകളെ കൊടുക്കാനായിട്ട് അവർ ഒരുപാട് എനർജി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് 4 ഇലക്ട്രോണുകൾ കൊടുക്കാൻ പറ്റില്ല. ഇനി പുറത്തുനിന്ന് 4 ഇലക്ട്രോണുകൾ വാങ്ങാനാണെങ്കിലോ ആ 4 ഇലക്ട്രോണുകളും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോട്ടോണുകളുടെ ഈ ഇലക്ട്രോണുകളെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവർക്ക് 4 എണ്ണത്തിനെ കൊടുക്കാനും പറ്റില്ല, 4 എണ്ണത്തിനെ വാങ്ങാനും പറ്റില്ല. അങ്ങനെ സിറ്റുവേഷനിൽ കാർബൺ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിങ് ആണ് കാർബൺ ചെയ്യുക. ഈ 4 ഇലക്ട്രോണുകളെ മറ്റ് 4 ഇലക്ട്രോണുകളായിട്ട് അവർ ഷെയർ ചെയ്യും. കൊടുക്കൂല വാങ്ങൂല എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഇതാണ് കാർബണിൻ്റെ കാര്യം. അങ്ങനെ ഷെയർ ചെയ്ത് അവർ കോവാലന്റ് ബോണ്ടിലാണ് സാധാരണ ഏർപ്പെടുക. കാർബൺ എപ്പോഴും കോവാലന്റ് ബോണ്ടിലാണ് ഏർപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കാർബണിനെ കുറിച്ച് പറഞ്ഞു. ഇനി കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ചാണ്. ഇനി ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും കോമ്പൗണ്ട്സിനെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുക. ഒരു കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനും ഉണ്ടാവുക. അങ്ങനെയുള്ളവരെയാണെന്ന് പറയുക ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുക. ഹൈഡ്രോ കാർബൺസ് 2 ടൈപ്പിലുണ്ട്. ആലിസൈക്ലിക് ഉണ്ട്, അല്ലെങ്കിൽ ആലിഫാറ്റിക് ഉണ്ട്, ആരോമാറ്റിക് ഉണ്ട്. ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസും ഉണ്ട്, ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും ഉണ്ട്. ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് കാർബണും ഹൈഡ്രജനും ഇങ്ങനെ ചെയിൻ പോലെ ബോണ്ടഡ് ആയിട്ട് കാണാം. ആലിസൈക്ലിക് എന്ന് പറഞ്ഞാലോ അവരിങ്ങനെ സൈക്ലിക് ആയിട്ട് ആ ഒരു റിങ് പോലെ അല്ലെങ്കിൽ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന. ആരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടല്ലോ അവരെന്താണ് മണമുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവർ ഫ്രാഗ്നൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളാണ് അവർ സാധാരണ ഉണ്ടാക്കുക. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി കാർബണിൻ്റെ കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർബണിൻ്റെ പ്രധാന കോമ്പൗണ്ടുകളാണ് ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറീൻ. ഇനി ഡയമണ്ട് ഗ്രാഫൈറ്റിനെ കുറിച്ച് നോക്കാം കേട്ടോ. ഡയമണ്ട് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഷേപ്പാണ്. ഓരോ 4 ആറ്റംസും വേറെ 4 ആറ്റംസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു ടെട്രാഹെഡ്രൽ ഫോമിലാണ് ഡയമണ്ട് കാണപ്പെടുക. ഇനി അതിനൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലാണത് കാണപ്പെടുക. ഇങ്ങനെ ടെട്രാഹെഡ്രൽ ഷേപ്പിലാണ് കാണപ്പെടുക. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട്. എന്താണ്? വജ്രമാണ്, അല്ലെങ്കിൽ ഡയമണ്ടാണ്. നമ്മൾ ചില സാധനങ്ങളൊക്കെ മുറിക്കാൻ വരെ എന്ത് ചെയ്യും? വജ്രം ഉപയോഗിക്കും. ഇനി ഡയമണ്ട് എങ്ങനെയാണ്? കളർലെസ് ആണ്. ഇനി അതിന് കളറ് വരുന്നെങ്കിൽ പല ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കളറ് വരും. ഡയമണ്ടിൻ്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ആ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് എനർജി നമുക്ക് ആവശ്യമാണ്. ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഡയമണ്ടിൽ കാണപ്പെടാത്തത് കൊണ്ട് തന്നെ അതെന്തല്ല, ആ ഇലക്ട്രിസിറ്റി കടത്തി വിടില്ല. അവർ കണ്ടക്ടേഴ്സ് അല്ല. പക്ഷേ ഡയമണ്ട് എന്ന് പറയുന്നത് ഹീറ്റിൻ്റെ നല്ലൊരു കണ്ടക്ടറാണ്. ഇതൊക്കെയാണ് നമുക്ക് ഡയമണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ലൂബ്രിക്കൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണെന്ന് പറയുക ലൂബ്രിക്കൻസ് എന്ന് പറയുക. ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗ്രാഫൈറ്റ്. അതായത് സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ് ഗ്രാഫൈറ്റ്. ഇനി ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആണ്, ബ്ലാക്ക് കളേർഡാണ്, അങ്ങനെ വഴുവഴുപ്പുള്ളതാണ്, സ്ലിപ്പറി ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള കാർബൺ കോമ്പൗണ്ടാണ്. ഇവർക്ക് മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്. മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫൈറ്റ് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതലങ്ങളിൽ ചെറിയ തിളക്കം അവർ കാണിക്കും.
ഇവർ ഇലക്ട്രിസിറ്റിയുടെയും ഹീറ്റിൻ്റെയും ഗുഡ് കണ്ടക്ടേഴ്സാണ്. ഗ്രാഫൈറ്റിനൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണുള്ളത്. ഇതൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഫുള്ളറൈൻസിനെ കുറിച്ചൊന്നും നമ്മൾ നോക്കണ്ട, ഗ്രാഫൈറ്റും ഡയമണ്ടും നോക്കുക. ഡയമണ്ട് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ ഗ്രാഫൈറ്റ്. ഇനി 1 വേർഡിന് ചോദിക്കാവുന്നൊരു കാര്യമാണ് എന്ത്, സോളിഡ് ലൂബ്രിക്കൻ്റ്. ഏതാണ്? ഗ്രാഫൈറ്റ്. അപ്പോൾ ഇതാണ്, ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. നന്നായിട്ട് പഠിക്കാം.